സോ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് റൈവൽസ് ആണ്. റൈവൽസിനകത്ത് സ്നൈപ്പർ ഓൺലി ചാലഞ്ചാണ്. ഓക്കെ, സോ നമുക്ക് സ്നൈപ്പർ ഓൺലി ചാലഞ്ചിലേക്ക് കടക്കാം. അതിനു മുമ്പ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ടിങ് ടിങ് ഓക്കെ എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കളിക്കണ്ടല്ലോ, കാണാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് 5v5 നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, സ്നൈപ്പർ ഉള്ള ചാലഞ്ചാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഡൂപ്പറോയിറ്റിൻ്റെ പേര് നൈസായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അവൻ്റെ ഇപ്പോഴത്തെ പേര് ക്ലംസിഫൈഡ് ഒഫീഷ്യലാണ്. അപ്പോൾ ഇന്ന് അവൻ ഇല്ല. അപ്പോൾ നമ്മൾ മാത്രമേ, ഞാൻ ഒറ്റക്കാണ്. നമുക്ക് നോക്കാം. ഓക്കെ, ക്രോസ് റോഡ്സ്, ബിഗ് ക്രോസ് റോഡ്സ് കറക്റ്റ് അല്ലേ? ബിഗ് ക്രോസ് റോഡ്സ് തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ സ്നൈപ്പറും ഫ്ലെയർ ഗണ്ണും ഫിസ്റ്റ് ഗ്രനേഡ് ഇത് മാത്രമേ എടുക്കുള്ളൂ. സ്നൈപ്പറും ഫ്ലെയർ ഗണ്ണും ഇത് രണ്ടും മാത്രമേ എടുക്കാവുള്ളൂ. ഓക്കെ, അവിടെ നമുക്ക് നോക്കാം എന്താവുന്നു. എൻ്റെ ഒറ്റക്ക് കളിക്കുന്നതാണ്. ഒരു സ്ഥലത്ത് മൗണ്ട് ചെയ്യാം. ആദ്യം തന്നെ അടിച്ചിട്ടുണ്ട്. 50 അവനോടെ ചത്ത പടിയായ. അവരെ ഷൂട്ട് ചെയ്യണേ. സൗണ്ട് റെഡിയായി. ഞാൻ ഇതുവരെയായിട്ട് ഒരു ഇല്ലെടുത്തില്ല. കണ്ടാലും ആകെ ഒരു 50 കൊടുത്ത് ഒരാവന്മാര്. ഓക്കെ, ഒട്ടും കഴിഞ്ഞു. ബാക്കിയുള്ളവന്മാര് ഇവിടെ നമുക്ക് മൗണ്ട് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് മൂക്കടഞ്ഞിരിക്കുകയാണ്, കോൾഡാണ്. വേറെ ഒന്നും വിചാരിക്കില്ലേ. ടൈം കഴിഞ്ഞുകൊണ്ടിരിക്കണം. പോയി തപ്പടാവന്മാരെ. നമ്മൾ ജയിക്കോ? ജയിച്ചു. ഗ്ലാസ് വിട്ടോ ചെറുത്തിട്ടാ. ഓക്കെ, അപ്പോൾ 1-0. ലെറ്റ്സ് ഗോ. 1-0. പിന്നെ പറഞ്ഞാലും എനിക്ക് കോൾഡാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ സൗണ്ടൊക്കെ ഒന്ന് കേട്ടിരിക്കാം. ഒരുത്തന്നെ തൂക്കി. അവനെ വേറെ എനിക്ക് റിയലിറ്റിയിൽ എടുക്കാൻ സമ്മതിക്കടാ. അയ്യോ ഞാൻ ചത്തട്ടാ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എൻ്റെ മൈൻക്രാഫ്റ്റ് വേൾഡ് ചെറുതായിട്ടൊന്ന് എന്തോ കാര്യമായപ്പോൾ അൺഇൻസ്റ്റാൾ ആയിപ്പോയി. മൈൻക്രാഫ്റ്റ് അൺഇൻസ്റ്റാൾ ആയിപ്പോയി. തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്തതാണോ ഗൈസ്? അപ്പോൾ നമ്മൾ മറ്റേ വേൾഡ് പോയിരിക്കുകയാണ്. മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഉടനെ വരുന്നുണ്ട്. പിന്നെ എനിക്കിപ്പോൾ എക്സാംസ് ആണ്, അടുത്ത ആഴ്ച എക്സാമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ദിവസത്തിൽ വീഡിയോ വീണ്ടും തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് ഇനി അടുത്ത വീഡിയോ വരത്തുള്ളൂ. ഓക്കെ, അത്ര ഒരാഴ്ച ടൈം തന്നാൽ മതി. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് എടുക്കാം, വീഡിയോസ് അങ്ങോട്ട് തുടങ്ങാം. ഓക്കെ, എടാ വേറെ ഗണ്ണൊന്നുമില്ല നിൻ്റെ കയ്യിൽ? വേറെ ഗണ്ണൊന്നുമില്ല അവൻ്റെ കയ്യിൽ. അടിയടാ. ഓ, പണിയിട്ടാണ്. ജയിച്ചോ? ലെറ്റ്സ് ഗോ. ലാസ്റ്റ് വെറുതെ ഷോ ഞങ്ങോട്ട് എഡിച്ചെടുത്തേക്ക്. ഓക്കെ, ഇനി കട്ട സീരിയസ് ആണ്.
മിസ്സായി ഒരുത്ത്. ഓ നൈസ് നൈസ്. ഞാൻ ഒറ്റക്ക് വേറെ എവിടെയെങ്കിലും കളിച്ചോളാം. യുവന്മാരുടെ കൂടെ ഒന്നും എനിക്ക് നിൽക്കേണ്ട കാര്യമില്ല. എൻ്റെ കഴിവ് ഞാൻ ഒറ്റക്ക് കാണിച്ചോളാം. പിന്നെ മണ്ടത്തരങ്ങളും ഒറ്റക്ക് ഞാൻ വാങ്ങിക്കോളാം. നീ ആരും ഇല്ലേടേ. എടാ 1v5 ഒരുത്തരെ കിട്ടി. ഫ്ലെയർ ഗണ്ണും ഞാൻ പറഞ്ഞല്ലോ. ഫ്ലെയർ ഗണ്ണും അവനോട് എൻ്റെ അകത്ത് വരെ. ഇതിൻ്റെ അകത്ത് തന്നെയാണല്ലോ എല്ലാവരും. ഞാൻ പറഞ്ഞല്ലോ ലെറ്റ്സ് ഗോ. പൊളിക്കാം. എടാ 5v3. ഓക്കെ വെറുതെ അല്ല. 5v3 എന്ന് പറയുന്നത് അവരുടെ ടീം ഫസ്റ്റ് ഓഫ് ഓൾ സ്ട്രോങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലെവലൊക്കെ കണ്ടില്ലേ? ലെവല് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ സ്കില്ലും വേണം. അയ്യോ പൊടിപാടല്ലേ. കുറച്ച് ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വാടാ. എന്താണ് ഞാൻ അങ്ങോട്ട് വന്ന് അവിടെ വന്ന് അടിക്കണം. ഓക്കെ ഇനി എൻ്റെ അവനകത്താണ് കേട്ടോ. ലാഗാവൂല. പിന്നെ 50 ശരാ 100 എനിക്കായിരുന്നില്ല കിട്ടിയേ. നമ്മൾ ചത്തില്ല. ഇത്രയുള്ളൂ. ഇനി ലാസ്റ്റ് ഒരെണ്ണം കൂടെ ചെയ്തിട്ട് നമുക്ക് നോക്കാം. ലാസ്റ്റ് മാച്ച്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തൊക്കെ ചാലഞ്ച് വേണം, എന്തൊക്കെ ടൈപ്പ് ഗെയിംസ് വേണം, എന്തൊക്കെ ഗെയിംസ് കളിക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഒരു സജഷൻ മാതിരിയായിട്ട് ഇടാം. ഓക്കെ നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ എനിക്കൊരു ഐഡിയ കിട്ടുള്ളൂ. കാരണം ബിഗിനറാണ്. ഞാൻ പറഞ്ഞല്ലോ അവരുടെ ലെവന്മാരെവിടെ. അവിടെ ഉണ്ട്. ഇല്ല എവിടെ അവന്മാര്. ഓക്കെ വരി 50 100. എടാ പോടാ കൊണ്ടാരും പിടിക്കാനായിട്ട്. എങ്ങനെയും എത്തിക്കാൻ നോക്കുമ്പോഴാ സ്ഥാനത്തൊരു വെടി. എടാ പ്ലീസ് അതെങ്കിലും എൻ്റെ കില്ല ആടാ. അതെങ്കിലും തന്നേച്ചും പോടാ. വരാണില്ല. So skillful that you know how to play it. Let's go. വെറുതെ അടിച്ചേട്ടാ. എന്താ ആകാശം കണ്ട കാര്യമില്ല. ഓക്കെ ഡെലിവറേഷൻ അത് കുഴപ്പമില്ല. നമുക്കേ ഒരു 1v1 കളിക്കാം. അപ്പോഴാണ് മനസ്സിലാവുന്നത്. ഓക്കെ 1v1 കളിച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. തിരിച്ച് ഹബിലൊക്കെ എത്തിയേക്കാണ്. ഇനി ഒരു 1v1 മാച്ച് കളിക്കാം. എന്നിട്ട് നോക്കാം എങ്ങനെ ഉണ്ടാവും. അയ്യേ എടാ 8 ലെവല്. ഓക്കെ ഒരു അഞ്ച് ഞാൻ ഐഫോണിൽ ആവാം. അരീന മ്യൂസിയം ഐഫോണിൽ എന്താ വേണ്ടേ? ഇതിന് ഡാഗറും കൂടെ യൂസ് ചെയ്യാം. നൈഫും ഡാഗർ വെച്ച് കളിച്ച് നോക്കാം അല്ലേ.
നൈഫല്ല, ഐ മീൻ സ്നൈപ്പറും ഡാഗറോ, അല്ലെങ്കിൽ സ്നൈപ്പർ മാത്രം മതിയോ? എന്താ ചെയ്യണ്ടേ? ഇനി പുള്ളിക്കാരി ചേച്ചിയേ 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 അവളെ കിട്ടിയതുണ്ടോ? വേണമെങ്കിൽ സ്നൈപ്പറുള്ള ഓക്കെ. ഡാഗറുള്ള ഡാഗറുള്ള ഇത്ര അടിച്ചിട്ടും ചത്തില്ലേ? ആദ്യത്തെ മാച്ചല്ലേ വീട്, 8 ലെവല്. ഓക്കെ സ്നൈപ്പർ ഉള്ളി. ഓക്കെ, സൗണ്ട് ഒന്നും അങ്ങനെ ഇപ്പോൾ അറിയില്ല. സ്നൈപ്പർ ഉള്ളി ആവാ, കുറച്ച് പ്രോ മൂവ്മെന്റ്സ് ഇത്രയേ ഉള്ളൂ. ചേച്ചിയെ സുഖല്ലേ? ബുള്ളറ്റ് ലോഡ് ചെയ്തോണ്ട് ഇത്രയാണ് കേട്ടോ. ചേച്ചിനെ കണ്ടുട്ടോ. ചേച്ചിയെ ചത്തോ? ചേച്ചി ഞാൻ ഇഞ്ചിൻ ചേട്ടോ ഒന്നോളാം. ഓക്കെ വാ, ഇനി അടുത്ത മാച്ച് 2-1. എടാ ആദ്യത്തെ മാച്ചിന് എന്തിനാ മണ്ടത്തിലൊക്കെ കളിച്ച? സ്നേപ്പറുള്ളിയാണ് കഴിവില്. ഓക്കെ, ഇനി നോക്കിയാ ഡാഗർ ഉപയോഗിച്ച് നോക്കാം എങ്ങനെ ഉണ്ടാവും നോക്കാം. ഡാഗർ ശരിക്കും ഡിഫിക്കൾട്ട് ആണോ? എനിക്കറിയാൻ പാടില്ല. ഡാഗർ ശരിക്കും എങ്ങനെ ഡിഫിക്കൾട്ടാണോ? ഡിഫിക്കൾട്ടാണ്. ഒരു മാച്ച് ഡാഗർ ഉപയോഗിച്ച് നോക്കാം. ഞാൻ ഡാഗർ ഡാഗർ തന്നെ ഉപയോഗിക്കാം. ഞാൻ വെറുതെ അവിടെ ലാഗ് അടിച്ചതാ, ഇല്ലെങ്കിൽ എടുക്കായിരുന്നു. ബോംബ് എന്താണോന്നല്ലോ. നമുക്ക് ഇത്രേ ഉള്ളൂ മാസ്. ഇനി ലാസ്റ്റ് മാച്ച് ഞാൻ ഡാഗർ ഉപയോഗിച്ചിട്ട് ജയിക്കാൻ നിങ്ങൾ കണ്ടോ. ലാസ്റ്റ് മാച്ച് എനിക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഒമ്പത് ഇത്രയുള്ളൂ. ജയിച്ചേ. മാസ് ബോസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ എനേബിളും ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് പറഞ്ഞാൽ കാണാം. അവരേക്കും ടാറ്റാ.